ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ദിലീപേട്ടൻ നായകനായ ബപ്പ അഥവാ ഭയഭക്തി ബഹുമാനം സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ അങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട് മക്കളെ. പേഴ്സണലി പറയുവാൻ എനിക്ക് ശരിക്കും എൻ്റെ രോമമൊക്കെ എഴുന്നേറ്റ് നിന്ന് ഇത്രയ്ക്കും കീടിലമായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പ്രത്യേകിച്ച് ഉറപ്പായിട്ടും നമ്മുടെ ലാലേട്ടൻ പേരും കീട്ടില്ല, രണ്ടുപേരും ഒരേ ഫ്രെയിമിൽ കണ്ടപ്പോൾ എന്തോ സത്യം ഈ ഒരു സീനൊക്കെ നമ്മൾ തിയേറ്ററിൽ കാണുമ്പോൾ ആൾക്കാർക്ക് എഴുന്നേറ്റ് നിന്ന് കൈയടിക്കും. ഉറപ്പാണ് തിയേറ്റർ കത്തും. പിന്നെ അധികം ഹൈപ്പ് കൊടുക്കുന്നത് അത്ര വലിയ കാര്യമൊന്നുമല്ല. പിന്നെ ഗില്ലി യൂണിവേഴ്സ് ഉണ്ടെന്നും നമ്മുടെ ദളപതി വിജയുടെ ഓരോ സീനൊക്കെ ആ ഒരു സോങ്ങിൻ്റെ റെഫറൻസൊക്കെ ഉണ്ടെന്നും പറഞ്ഞ് ഇഷ്ടംപോലെ ഹൈപ്പ് സിനിമയ്ക്ക് കിട്ടുന്നുണ്ട്. പിന്നെ ട്രെയിലറിനകത്തും ഗില്ലി യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട്, പക്ഷേ അത് ജസ്റ്റ് ഒരു ബോർഡ് മാത്രമാണ്. പിന്നെ പാട്ടും പാടുന്നുണ്ട്. എങ്ങനെ തീരുന്നു ഇപ്പോൾ നമുക്കൊരു ഉറപ്പും കിട്ടിയിട്ടില്ല. അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലത്, നമുക്ക് തിയേറ്ററിൽ ആഘോഷിക്കാൻ പറ്റുന്ന രീതിയൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ സാൻഡി മാസ്റ്റർ അതിച്ച് കഷ്ടമായി പോയി. സാൻഡി മാസ്റ്ററിൻ്റെ ഒരൊറ്റ സീൻ മാത്രമേ ഒരു 1-2 സെക്കൻഡ് മാത്രമേ ട്രെയിലറിനകത്ത് കാണിച്ചിട്ടുള്ളൂ. പിന്നെ ദിലീപേട്ടൻ അത്ര വലിയ ഡയലോഗും കാര്യങ്ങളൊന്നുമില്ല. അല്ല, എവിടെയൊക്കെ ഉണ്ടെങ്കിലും പക്ഷേ എന്തായാലും അത്ര വലിയ തോന്നിയില്ല. ഒരു ഡയലോഗ് സത്യമാണ്. നമ്മളെല്ലാവരും ദിലീപേട്ടൻ്റെ കംബാക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ഈ സിനിമയിലൂടെ ആയ വളരെ സന്തോഷം. സിനിമയുടെ സ്ക്രിപ്റ്റ് വർക്കെല്ലാം നടത്തിയിരിക്കുന്നത് നൂറിൻ ഷെരീഫാണ്. അത് കൊള്ളാമെങ്കിൽ നമ്മളെല്ലാവരും ഏറ്റെടുക്കും, വേറെ ഒന്നും പറയാനില്ല. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കീട്ടിലമായിട്ട് തന്നെ ഉണ്ട്. ട്രെയിലൊക്കെ എന്തായാലും അടിപൊളിയായിട്ട് തന്നെ ഉണ്ട്. പിന്നെ ട്രോൾ മെറ്റീരിയലൊക്കെ സിനിമയിൽ തന്നെ ഉണ്ട്. എനിക്കൊരു കാര്യം പറയാനുണ്ട്, പക്ഷെ അതിപ്പോൾ പറയാൻ പറ്റില്ല. എന്ത് പാടേ, ആ പഴയ ഡയലോഗ് ഇപ്പോഴും കയറ്റുന്നത് മനുഷ്യൻ ചിരിപ്പിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ നമ്മുടെ സലീം കുമാറായിട്ട് വീണ്ടും നമ്മുടെ വക്കീലായിട്ട് വരുന്നതുകൊണ്ട് മോഹൻദൻ ഉണ്ണി, അഡ്വക്കേറ്റ് മോഹൻദൻ ഉണ്ണി, ഇതാ കോട്ട് പുള്ളിക്കാരൻ ചീരിപ്പിച്ച് തലയും കുത്തിപ്പിച്ചേ വിടത്തുള്ളൂ. ട്രെയിലർ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ പേഴ്സണലി അടിപൊളിയായിട്ട് തന്നെയാണ് തോന്നിയത്. സിനിമ നല്ലൊരു കോമഡി എൻ്റർടൈനർ ടൈപ്പുള്ള സിനിമ തന്നെയാണ്. പിന്നെ അത്ര വലിയ ഹൈപ്പ് കൊടുക്കുന്നതും നല്ലതല്ല, എങ്ങാനും പാളിപ്പോയാൽ അവിടെ തീരും. പിന്നെ പേഴ്സണലി ദിലീപിൻ്റെ തന്നെ ക്രേസി ഗോപാലൻ സിനിമയിലൊരു സീൻ പോലെ എനിക്ക് പേഴ്സണലി തോന്നി. അതെല്ലാം പോട്ടെ, ജസ്റ്റ് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫൈറ്റ് സീക്വൻസിലും പിന്നെ ഒരു ഡാൻസ് പെർഫോമൻസും നമുക്ക് എന്തായാലും കാണാൻ പറ്റും. അത് ചിലപ്പോൾ മുന്നേ അപ്ഡേറ്റ് വന്ന പോലെ തന്നെ മണിച്ചേട്ടൻ്റെ സോന പാട്ടിലായിരിക്കും പുള്ളിക്കാരൻ പെർഫോം ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ആയിട്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്തേക്കുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ